ഉത്തർപ്രദേശിൽ ജില്ലാ ജഡ്ജിയിൽ നിന്ന് ലൈംഗികാതിക്രമം നേരിട്ട വനിതാ ജഡ്ജി ജീവനൊടുക്കാൻ അനുവാദം തേടി സുപ്രീം കോടതിക്ക് കത്തെഴുതിയതിന് പിന്നാലെ സംഭവത്തിൽ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് റിപ്പോർട്ട് തേടി. അപമാനിതയായി ജീവിക്കുന്നതിലും നല്ലത് മരിക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് UP ബാന്ദ ജില്ലയിലെ വനിതാ ജഡ്ജി സുപ്രീം കോടതിക്ക് തുറന്ന കത്തെഴുതിയത്. നീതിന്യായ സംവിധാനത്തെ പിടിച്ചുകുലുക്കി വീണ്ടും ഒരു ന്യായാധിപനെതിരെ കൂടി ലൈംഗിക അതിക്രമ പരാതി. ഉത്തർപ്രദേശിൽ നിന്നുള്ള വനിതാ ജഡ്ജിയാണ് തന്റെ നിസ്സഹായ അവസ്ഥ വിവരിച്ച് ചീഫ് ജസ്റ്റിസിന് തുറന്ന കത്തെഴുതിയത്. ജില്ലാ ജഡ്ജിക്കെതിരെ വനിതാ ജഡ്ജി സുപ്രീം കോടതിയിൽ നൽകിയ റിട്ട് ഹർജി കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു. ഇതിന് പിന്നാലെയാണ് വനിതാ ജഡ്ജിയുടെ തുറന്ന കത്ത്. താൻ നേരത്തെ ജോലി ചെയ്ത ബാരാബാങ്കിയിലെ ജില്ലാ ജഡ്ജിയിൽ നിന്ന് നേരിട്ട ലൈംഗിക അതിക്രമത്തെക്കുറിച്ചാണ് കത്ത്. നിരവധി പരാതികൾ നൽകിയിട്ടും അതിക്രമം നടത്തിയ ജഡ്ജിക്കെതിരെ യാതൊരു നടപടിയുമില്ല. ഇങ്ങനെ അപമാനിതയായി ജീവിക്കുന്നതിലും ഭേദം ജീവനൊടുക്കുകയാണെന്നും അതിന് അനുവാദം നൽകണമെന്നും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് എഴുതിയ കത്തിൽ പറയുന്നു. സാധാരണക്കാർക്ക് നീതി ലഭ്യമാക്കുമെന്ന വിശ്വാസത്തോടെയാണ് ഞാൻ ജുഡീഷ്യൽ സർവീസിൽ ചേർന്നത്. എന്നാൽ നീതിക്കുവേണ്ടി യാചകയാവുന്ന അവസ്ഥയാണ് തനിക്കെന്നും ഡയസിൽ പോലും മോശം പദങ്ങൾ കൊണ്ട് അപമാനിക്കപ്പെട്ടെന്നും തീർത്തും മാലിന്യം പോലെയാണ് കൈകാര്യം ചെയ്തതെന്നും ജഡ്ജി പറയുന്നു. തനിക്ക് ലൈംഗിക അധിക്ഷേപം പോലും നേരിട്ടു. 2023 ജൂലൈയിൽ ഹൈക്കോടതിയിലെ ആഭ്യന്തര പരാതി പരിഹാര സമിതിക്ക് പരാതി നൽകിയിരുന്നു. ആയിരക്കണക്കിന് മെയിലുകൾ അയച്ചിട്ട് 6 മാസത്തിനു ശേഷം ഇപ്പോൾ അന്വേഷണം തുടങ്ങുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന അന്വേഷണം തന്നെ ഒരു പ്രഹസനമാണ്. അന്വേഷണത്തിലെ സാക്ഷികൾ പ്രതിയായ ജില്ലാ ജഡ്ജിയുടെ അടുത്ത സഹപ്രവർത്തകരാണ്. ജഡ്ജിക്കെതിരായി അവർ മൊഴി നൽകുമെന്നാണോ അന്വേഷണ സമിതി കരുതുന്നത്? അന്വേഷണം അവസാനിക്കും വരെ ജില്ലാ ജഡ്ജിയെ സ്ഥലം മാറ്റണം. ഈയൊരു കുറഞ്ഞ ആവശ്യം പോലും പരിഗണിക്കപ്പെട്ടില്ല. സുപ്രീം കോടതിയിൽ നിന്ന് ആശ്വാസം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചു. എന്നാൽ എന്റെ റിട്ട് പരാതി 8 സെക്കൻഡിനുള്ളിൽ കോടതി തള്ളി. കത്തിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അലഹബാദ് ഹൈക്കോടതിയോട് വിശദീകരണം തേടിയിട്ടുണ്ട്. ആഭ്യന്തര പരിഹാര സമിതി നടത്തുന്ന അന്വേഷണത്തിന്റെ തൽസ്ഥിതി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. ന്യൂസ് ഡെസ്ക് 24.